ഇസ്രായേലിനെതിരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ജൂലൈ 6 പുലർച്ചെയാണ് മിസൈൽ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ സൈറൻ മുഴങ്ങി. പരിഭ്രാന്തരായ ജനങ്ങൾ ജീവന് വേണ്ടി ഷെൽട്ടറുകളിൽ അഭയം തേടിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയിൽ വംശഹത്യ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. ഗസ യുദ്ധം ശക്തമായി തുടരുന്നതിനിടെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും ഇസ്രായേലും വീണ്ടും കൊമ്പുകോർക്കുന്നത്. ഡെഡ് സീയിലും ജൂഡിയൻ മരുഭൂമിയിലും ഉൾപ്പെടെ എയർ റെയ്ഡ് വാർണിംഗ് സൈറനുകൾ മുഴക്കിയതായി IDF അറിയിച്ചു. ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമിട്ട് കുതിച്ചതോടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ IDFന്റെ ആഭ്യന്തര കമാൻഡോമാർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഹൂതികളുടെ മിസൈലിനെ വിജയകരമായി തകർത്തതായി IDF അവകാശപ്പെട്ടു. ഇസ്രായേൽ വ്യോമസേനയുടെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റംസ് മിസൈലുകളെ പ്രതിരോധിച്ചതായി IDF വ്യക്തമാക്കി. ഇസ്രായേൽ ഗസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് നേർക്ക് തുടർച്ചയായി ഹൂതികൾ ആക്രമണം നടത്തുകയാണ്. അതിനിടെ ഗസയിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 64 പേര് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അൽ ഔദ ആശുപത്രി അറിയിച്ചു. ഗസ നഗരത്തിലെ അൽ റിമാൽ പരിസരത്തുള്ള അൽ സുൽത്താൻ ജലശുചീകരണ പ്ലാന്റ് ലക്ഷ്യമിട്ട് മറ്റൊരു ആക്രമണം നടത്തി. 3 പേർ കൂടി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗസയിലെ അൽ സവൈദ പട്ടണത്തിലെ ഒരു കഫേയിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇടിച്ചു കയറി 6 പേർ മരിച്ചു. ഗസ നഗരത്തിലെ സെയ്തൂൺ പരിസരത്ത് ഷെൽട്ടറായി മാറ്റിയ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേ പ്രദേശത്തുള്ള ഒരു പലസ്തീൻ നഗരത്തിന്റെ വീട് ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലെ ജബാലിയ അൽ ബലാദിലും ഇസ്രായേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 8 പേർക്ക് ജീവൻ നഷ്ടമായി. ഗസ നഗരത്തിലെ ഷെയ്ഖ് റിദ്വാൻ പരിസരത്ത് പലസ്തീനികൾ അഭയം പ്രാപിച്ച മറ്റൊരു സ്കൂളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഈ സംഭവത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗസ നഗരത്തിലെ ഷെജയ്യ പരിസരത്തുള്ള ഒരു പള്ളിക്ക് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ അൽ ബൊറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേലി ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ 2 സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം തുടരുകയാണ്.